who have missed yesterday's class, we just started with biotechnology. As I told yesterday, we'll be having 4 important modules for science and technology. First one is biotechnology, and we'll be talking something related to biology as well, and we'll be combining biology with the technology so that it becomes biotechnology. And in biotechnology, we talked about its definition. What is meant by biotechnology? That means we are doing some modifications in our genetic material. What is our genetic material? DNA. So we told what is a DNA, where is it located? We told that DNA is located in the nucleus within the cell. This is a human cell, and it is a space called nucleus where this DNA is found. And DNA is actually in a thread form. It's a thread form. It's a double-stranded thread. This is one strand. This is the second strand. So it's a double-stranded thread form. One second. Yeah. So in nucleus, ഇത് ഇങ്ങനെ കിടന്നാൽ, ഇതിങ്ങനെ ത്രെഡായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഇത് കെട്ടുകൂടും. അതുകൊണ്ട് കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്? ഇതിനെ ഒരു പ്രോട്ടീൻസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു, വലക്കാർ മത്സ്യം ബന്ധനത്തിന് പോകുമ്പോൾ വലയിടുമ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബോൾസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാവും, കെട്ടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്ന് പറയുന്നത് പോലെ DNA-യുടെ ത്രെഡ്സിനെ ഹിസ്റ്റോൺസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് പ്രോട്ടീൻസിൽ ഇങ്ങനെ ടൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒരുപാട് DNA സെല്ലിലുണ്ട്, അത് മുഴുവനും കൂടെ കെട്ടുപണഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഈസ് ബോണ്ട് അറൗണ്ട് എ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് കോൾഡ് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. ഒരു 8 പ്രോട്ടീൻസ് ആണിത്. ആ 8 പ്രോട്ടീൻസിൽ അത് ബോണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത് ടൈ ചെയ്ത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഇത് കംപ്ലീറ്റ്ലി ലൂസൻഡ് ത്രെഡാണ്. ദിസ് ഇസ് ദ DNA. ഓക്കെ, ഇതൊരു സിംഗിൾ ത്രെഡ് ഇങ്ങനെ പോയിരിക്കുകയാണ്. ഇതിന് നമ്മൾ ഇനി പയ്യെ ചുറ്റുകയാണ്. ഓക്കെ, ഇതിന് ചുറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞു, ആ തയ്യൽ മെഷീനിലെ നൂല് നമ്മൾ ഇതിന് ചുറ്റുമല്ലേ കെട്ടി വെച്ചിരിക്കുന്നത്, അതിനെ പിന്നെ അഴിച്ചഴിച്ചല്ലേ തയ്ക്കുന്നത് എന്ന് പറയുന്ന പോലെ ദിസ് ഇസ് ദ ലൂസൻഡ് ത്രെഡ്. നൗ വി ആർ ഗോയിങ് ടു ടൈറ്റൻ ഇറ്റ്. ഇതിനെ നമ്മൾ ചുരുട്ടുകയാണ്. ഇതിനെ കേൾ ചെയ്താണ്, സ്പൈറലായിട്ട് നമ്മൾ കേൾ ചെയ്യാണ്. അങ്ങനെ കേൾ ചെയ്ത് ഫൈനലി നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പിനാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് സെല്ലിൽ വെൻ വി ആർ ഒബ്സർവിങ് വി ക്യാൻ സീ ദിസ് ഇസ് ദ DNA. ഇത് ഇങ്ങനെ സ്പൈറലായിട്ട് ചുറ്റി നമുക്ക് കിട്ടുന്ന ഈ ഷേപ്പിന് പറയുന്ന പേരാണ് ക്രോമസോം. ഓക്കെ, അല്ല നമ്മൾ പറഞ്ഞില്ലേ ദിസ് ഇസ് ദ ഷേപ്പ്. ബട്ട് ഈ ക്രോമസോം എന്ന് പറഞ്ഞാലും DNA തന്നെയാണ്. DNA ചുറ്റി ഒരു ഷേപ്പിലാക്കി വെച്ചിരിക്കുന്ന ദിസ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ക്രോമസോം. ആൻഡ് വി സെഡ് ദാറ്റ് ഈ DNA-യുടെ ഒരു പർട്ടിക്കുലർ സെഗ്മെന്റിനാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്, അല്ലേ? ഇത് DNA ആണ്. DNA ചുറ്റിക്കുന്ന ക്രോമസോം ഷേപ്പിലാക്കി വെച്ചിരിക്കുകയാണ്. വൺ സെഗ്മെന്റ് ഓഫ് DNA ഈസ് നോൺ ആസ് ജീൻ. ദർ ക്യാൻ ബി മെനി ജീൻസ്. സം ജീൻസ് വിൽ ബി some genes will be coding for our eye color. Okay, നമ്മൾ ഇന്നലെ പറഞ്ഞു ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമുക്ക് 26 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 26 ലെറ്റേഴ്സിനെ ചില ലെറ്റേഴ്സിനെ നമ്മൾ മീനിങ് ഫുള്ളി കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതൊരാളുടെ പേരോ ഒരു വസ്തുവായി മാറുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ പേര് ലൂസൻഡ് ആയിട്ട് ലൈക്ക് പല ആൽഫബറ്റ്സ് ആയിട്ട് കിടക്കുകയാണ്. അതിനെ കമ്പൈൻ ചെയ്ത് NAZEEB, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെങ്കിലും പേര് ആ ഒരു ഓർഡറിൽ എഴുതുമ്പോഴാണ് അതിനൊരു മീനിങ് കിട്ടുന്നത്, അല്ലേ? എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഇതിൽ ഈ DNA ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു 4 ലെറ്റേഴ്സ് കൊണ്ടാണ്. 4 ലെറ്റേഴ്സ് മീൻസ് ദേ ആർ 4 കെമിക്കൽസ്, അല്ലേ? ഏതൊക്കെയാണ് 4 കെമിക്കൽസ്? അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. ഓക്കെ, ATCG എന്ന് പറയുന്ന 4 ലെറ്റേഴ്സ് കൊണ്ടാണ് ഈ കംപ്ലീറ്റ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ അഡിനിൻ എന്ന് പറയുന്ന കെമിക്കലാണ്, അതിനൊരു കെമിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, കാർബണും ഹൈഡ്രജനും നൈട്രജനും ഒക്കെ ചേർന്ന ഒരു കെമിക്കലാണ്, അതിനൊരു പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട്. അത്തരത്തിലുള്ള അതിന് നമ്മൾ അത്രയും സ്ട്രക്ചറായിട്ട് എഴുതുമ്പോൾ ഒരുപാട് സ്പേസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ കൊണ്ട് മാത്രം ഡിനോട്ട് ചെയ്യുന്നത്. സോ അവർ DNA ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ദീസ് 4 കെമിക്കൽസ്. ദീസ് ആർ നോൺ ആസ് ന്യൂക്ലിയോടൈഡ് ബേസസ്. ഈ ന്യൂക്ലിയോടൈഡ് ബേസസ് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് അതൊരു ജീൻ ആയിട്ട് മാറുന്നത്. മേ ബി നമ്മൾ ഇന്നലെ പറഞ്ഞു, ഇതിൽ അഡിനിൻ ഓൾവേസ് ബോൺസ് വിത്ത് തൈമിൻ, സൈറ്റോസിൻ ഓൾവേസ് പെയർസ് ഓർ ബോൺസ് വിത്ത് ഗ്വാനിൻ. അങ്ങനെ ATCG എന്നുള്ള ഈ പെയർഡ് ഫോമിലാണ് ഇത് കാണപ്പെടുന്നത്. ഇപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഇത് 1 പെയറാണ്. 1 പെയർ എന്ന് പറഞ്ഞാൽ സൈറ്റോസിൻ്റെയും ഗ്വാനിൻ്റെയും ഒരു പെയർ, അടുത്ത് തൈമിൻ്റെയും അഡിനിൻ്റെ ഒരു പെയർ, പിന്നെ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെ ഒരു പെയർ, തൈമിൻ്റെയും അഡിനിൻ്റെ ഒരു പെയർ. അപ്പോൾ ഇങ്ങനെ ഈ പെയർഡ് ഫോമിൽ ഈ ന്യൂക്ലിയോടൈഡ് ബേസസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ ജീൻ എന്ന് പറയുന്നത്. ഇത് ഒരു പെയർ, ഇത് 2 പെയർ, അങ്ങനെ മോർ ദാൻ 3 ബില്യൺ ബേസ് പെയർസ് ഉണ്ട്. ഓക്കെ, ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയോടൈഡ് ബേസ്. അഡിനിനെയും തൈമിനെയും ഗ്വാനിനെയും സൈറ്റോസിനെയും നമ്മൾ ന്യൂക്ലിയോടൈഡ് ബേസസ് എന്നാണ് അതിനെ കെമിക്കലി അറിയുന്നത്.
ഈ കെമിക്കൽ ബേസസിൻ്റെ ഒരു പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ്, ഒരു പർട്ടിക്കുലർ സെക്ഷൻ നമ്മൾ എടുത്താൽ ഇങ്ങനെ കുറേ ബേസ് പെയർ ഉണ്ട്. ഇത്രയും ഒരു ബേസ് പെയർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെയും ബേസ് പെയർ ഇങ്ങനെ നീണ്ടു പോകണമെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു ബേസ് പെയർ ഇങ്ങനെ പോകാമെന്ന് വിചാരിക്കുക. മേ ബി അതിൽ ഇത്രയും മാത്രം എടുത്താൽ മേ ബി ദിസ് ക്യാൻ ബി കോൾഡ് എ ജീൻ ഇഫ് ഇറ്റ് ഗീവ് സം മീനിങ് ടു ദ ബോഡി. നമ്മൾ ബോഡിയോട് ഇത്രയും സെക്ഷൻ പറയുകയാണ്, ഇയാളുടെ കളറ്, ഇയാളുടെ ഐ കളർ ബ്രൗൺ, അങ്ങനെ ബോഡിയെ ഇൻസ്ട്രക്ട് ചെയ്യണം. മേ ബി ഇതിൽ ഒരു പേര് മാറിയിട്ടുണ്ടെങ്കിൽ ഇൻ പ്ലേസ് ഓഫ് ദിസ് ടി എ എഗെയിൻ ഇവിടെ ജി സി തന്നെയാണ് വരുന്നതെങ്കിൽ മേ ബി ബോഡിയോട് അത് ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ലെറ്റ് ദ ഐ കളർ മേ ബി ബ്ലൂ എന്നല്ല നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഇതാണ് ന്യൂക്ലിയോടൈഡ് ബേസസിൻ്റെ പെയറിംഗ്. ഇഫ് എനി ഓൾട്ടറേഷൻ ഓർ എനി മോഡിഫിക്കേഷൻ കംസ് ഇൻ ദിസ് പെയറിംഗ് ദ ബോഡി വിൽ ബി ഗെറ്റിംഗ് എ ഡിഫറെൻറ്റ് ഇൻസ്ട്രക്ഷൻ. നമ്മൾ പറഞ്ഞു ഒരു ബോഡിയിലെ ഹ്യൂമൻ ബോഡിയിലെ എല്ലാ സെല്ലുകളിലും ഒരേ DNA തന്നെയാണ് ഉള്ളത് അല്ലേ. ഇപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊരു സെല്ലെടുത്താലും നമ്മുടെ ഹെയറിൽ നിന്നൊരു സെല്ലെടുത്താലും നമ്മളുടെ ബോഡിയുടെ ഏത് പാർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിലും ഓൾ വിൽ ബി ഹാവിങ് സെയിം സെറ്റ് ഓഫ് DNA. പക്ഷേ എൻ്റെ ബോഡിയിലെ ഒരു സെല്ലിൽ നിന്ന് എടുക്കുന്ന പോലെയുള്ള ഈ ബേസ് പെയറിംഗ് ആയിരിക്കില്ല നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എടുക്കുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ ബോഡിയിൽ മേ ബി ഈ സ്പേസിൽ ഇവിടെ AT CG GC CG ഇങ്ങനെ ആയിരിക്കും. എൻ്റെ ബോഡിയിൽ വരുമ്പോൾ AT CG അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ ചെറിയ ഈ ബേസ് പെയറിങ്ങിലുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് നമ്മളെയൊക്കെ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ബേസ് പെയറിങ്ങിലുള്ള വ്യത്യാസം നോക്കിയിട്ടാണ് നമ്മൾ പെറ്റേണിറ്റി ടെസ്റ്റിംഗ് നടത്തുന്നത്, ക്രിമിനൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു ക്രൈം സീനിൽ നിന്നും ഒരു ബ്ലഡ് സാമ്പിൾ കിട്ടുന്നു. പോലീസിൻ്റെ ക്രിമിനൽ ഡാറ്റാബേസിൽ നമ്മൾ പറഞ്ഞു ഏത് ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്തും പോലീസ് അയാളുടെ സ്കിന്നിൽ നിന്നോ അല്ലെങ്കിൽ ചീക്കിൽ നിന്നോ നോസിൽ നിന്നോ ഒരു സെല്ലെടുത്തിട്ട് അയാളുടെ ജീനോമിനെ തുറന്ന് വായിക്കും. അയാളുടെ ജനറ്റിക് കോഡ് എന്താണ് എഴുതിയിട്ടുള്ളതെന്നുള്ള ലാബിൽ വായിക്കാൻ പറ്റും നമുക്ക്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോം സീക്വൻസിങ് എന്ന് പറയുന്നത്. ഒരാളുടെ ബോഡിയിലെ DNA അടങ്ങിയിരിക്കുന്ന ഈ ബേസ് പെയറിൻ്റെ ഓർഡറിനെ നമുക്ക് ലാബിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അഡിനിൻ കഴിഞ്ഞിട്ട് സൈറ്റോസിൻ ആണോ വരുന്നത്, സൈറ്റോസിൻ കഴിഞ്ഞിട്ട് ഗ്വാനിൻ ആണോ വരുന്നത്, മനസ്സിലായോ? ഇതാണ് ഈ ബേസ് പെയർ. ഈ ബേസ് പെയർ റീഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ജീനോം സീക്വൻസിങ് എന്ന് പറയുന്നത്. ഇത് ജീൻസ് ആണ്. അതിനെ ഒരു ബോഡിയിലെ എല്ലാ ജീൻസിൻ്റെയും കൂടെ ടോട്ടാലിറ്റിക്കാണ് നമ്മൾ ജീനോം എന്ന് പറയുന്നത്. ആ ജീനോം ഉണ്ടാക്കിയിരിക്കുന്ന ബേസ് പെയറിങ്ങിൻ്റെ ഓർഡറിനെ നമ്മൾ റീഡ് ചെയ്യുന്നതിനാണ് ജീനോം സീക്വൻസിങ് എന്ന് പറയുന്നത്. വെനെവർ എ പേഴ്സൺ ഗെറ്റ്സ് അറസ്റ്റഡ് ഫോർ എനി കേസ്, നോർമലി സിവിൽ കേസിന് ഇത് ചെയ്യില്ല, ക്രിമിനൽ കേസിന് മേ ബി റേപ്പ് കേസിനോ മേ ബി മർഡറിനോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രൈവസി വയലേഷൻസിനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകളുടെ ബോഡിയിൽ നിന്നും സെല്ലെടുത്തിട്ട് ലാബിൽ പോയി ജീനോം സീക്വൻസിങ് ചെയ്തിട്ട് ഇത് മാറ്റാൻ പറ്റും. അതർവൈസ് എന്താണ്, ഒരാൾക്ക് മേ ബി ഒരു ക്രൈം ചെയ്തിട്ട് രക്ഷപ്പെടാനായിട്ട് അയാൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. ചില ആളുകൾ ലൈക്ക് ഐബ്രോസ് റിമൂവ് ചെയ്യും, ചില ആളുകൾ തല മൊട്ടയടിക്കും, ചില ആളുകൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യും. പക്ഷേ DNA ഒരു ചേഞ്ച് വരുത്താൻ ആർക്കും പറ്റത്തില്ല, ബോഡിയിലെ എല്ലാ സെല്ലുകളിലും ഓൾട്ടറേഷൻ വരുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ DNA ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അയാളുടെ ഈ ശരീരത്തിൽ എന്ത് വ്യത്യാസം വരുത്തിയാലും ഈ DNA റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇയാളാണോ എന്നുള്ളത്. അപ്പോൾ whenever a criminal is getting arrested, police will have its database, on its database അത് ഏത് ക്രിമിനലിൻ്റെയും ഈ പറയുന്ന ഈ ബേസ് പെയറിൻ്റെ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ഒരു ക്രൈം സീനിൽ നിന്നും ഒരു ബ്ലഡ് സാമ്പിൾ കിട്ടുകയാണെങ്കിൽ, ഒരു സ്കിൻ സെല്ലോ അല്ലെങ്കിൽ ഒരു ഫിംഗർ പ്രിൻറ്റോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അത് നമ്മൾ ലാബിൽ കൊണ്ടുപോയി ജീനോം സീക്വൻസിങ് ചെയ്തിട്ട് ഇതേപോലുള്ള ബേസ് പെയർ നമ്മൾ റീഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പോലീസിൻ്റെ ഡാറ്റാബേസിൽ ഉള്ളതുമായിട്ട് മാച്ച് ചെയ്യും. ലൈക്ക് മുൻപ് അറസ്റ്റ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആണോ ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളതെന്നുള്ളത്, മുന്നേ ക്രിമിനൽ ഹിസ്റ്ററി ആയിട്ടുള്ള ആരെങ്കിലും ആണോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദിസ് ഈസ് എ പാർട്ട് ഓഫ് ഫോറൻസിക്സ്. അപ്പോൾ ഫോറൻസിക്സിന് പെറ്റേണിറ്റി ടെസ്റ്റിങ്ങിന് മേ ബി ഒരു ഡിസാസ്റ്റർ സൈറ്റിൽ മുഖമെല്ലാം വികൃതമായി പോയി ആളാരാണെന്ന് മനസ്സിലാവാതെ കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ട്, ഒരു മിസ്സിംഗ് ഇൻഡിവിജ്വലിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനായിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാമെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. ജസ്റ്റ് സമ്മറൈസ് ചെയ്യാണ് ഇന്നിരിക്കുന്ന ആൾക്കാർക്കൊരു കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സോ ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇതാണ് DNA എന്താണ്, ക്രോമോസോം എന്താണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. വൺ മോർ തിങ്, ഒരു ഹ്യൂമൻ്റെ സെല്ലിൽ എത്ര സെറ്റ് ഓഫ് ക്രോമസോം ഉണ്ടാവും? 23 പെയർസ് ഓഫ് ക്രോമസോം. അതിൽ 23 പെയർ എന്ന് പറയുമ്പോൾ 23 അല്ലേ. 23 കെയിം ഫ്രം ഫാദർ, 23 കെയിം ഫ്രം മദർ, അങ്ങനെ 23 പെയർസ് ഉണ്ടാവും. ടോട്ടൽ 46 ക്രോമസോംസ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു ലൈക്ക് ഒരു ഫാദറിൽ നിന്നുമുള്ള സ്പേമും ഒരു വിമനിൽ നിന്നുമുള്ള എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് സെൽ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ ഒരു എംബ്രിയോ ഉണ്ടാകുന്നു. ആ സമയത്ത് മേ ബി ഒരു സിംഗിൾ സെല്ലാണ്. അത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും, ഡിവൈഡ് ചെയ്ത് ആ കുട്ടി വലുതായി ഒരു ഫൈനലി ഒരു പൂർണ്ണ വളർച്ച എത്തുന്ന ഒരു കുട്ടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു അതിൽ സെൽ ഡിവിഷൻ ഹാപ്പൻസ് ഇൻ ദിസ് വേ. ഐ ടോൾഡ് യു ദാറ്റ് യു നീഡ് നോട്ട് സ്റ്റഡി എനി ഓഫ് ദി ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ്. ഇതൊരു വിഷ്വലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. ഫൈനലി ഈ പ്രോസസ്സിൻ്റെ ഒടുവിൽ 1 സെൽ ബിക്കംസ് 2. അപ്പോൾ
നമ്മളുടെ ബോഡിയിൽ ഓൾറെഡി ഒരു സിംഗിൾ സെല്ലിൽ ഉണ്ടായിരുന്ന 46 ക്രോമസോം അതേ ക്രോമസോം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടാണ് ഇതിലുണ്ടായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആ സിംഗിൾ സെൽ ഫസ്റ്റ് സൈഗോട്ടിൽ അല്ലെങ്കിൽ എംബ്രിയോയിലുള്ള അതേ ജനറ്റിക് ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും നമ്മുടെ ബോഡിയിലെല്ലാം അല്ലേ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്. സോ ദീസ് തിങ്സ് ആർ ഓൾറെഡി ഡിസ്കസ്ഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 99.9% ഓഫ് ദിസ് അറേഞ്ച്മെന്റ് ഓഫ് ബേസ് പെയർ ഈസ് സെയിം ഇൻ ഓൾ ഇൻഡിവിജ്വൽസ്. ഇടയ്ക്കിടയ്ക്കായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് അല്ലേ. നമ്മൾ പറഞ്ഞു മോർ ദാൻ 3 ബില്യൺ സച്ച് പെയറിംഗ് ഈസ് ദർ. അതിൽ ഓരോ 1000 ബേസ് പെയറിൽ മേ ബി ഒരു ഓർഡർ വ്യത്യാസം ഉണ്ടാവും. ATCG എന്നുള്ളതിന് മേ ബി CG80 എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം കാണും. അങ്ങനെ മേ ബി ഇൻ ബിറ്റ്വീൻ ഒരു 1000 ബേസ് പെയറിൽ ഓരോ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്ന് ഒരു 0.1% വ്യത്യാസമേ ഉള്ളൂ മനുഷ്യന്മാരുടെയൊക്കെ DNAs തമ്മിൽ. അതാണ് ദാറ്റ് ഈസ് മേക്കിംഗ് ഓൾ പീപ്പിൾ ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഓർഡറിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ചെറിയ ചെറിയ വ്യത്യാസം വരുന്നതനുസരിച്ച് മേ ബി നമ്മളുടെ ഹൈറ്റ് മാറാം, നമ്മളുടെ ഐയുടെ കളർ മാറാം. ഉണ്ടോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഐയുടെ ഡിഫറെൻറ്റ് റേഞ്ചസ് ഓഫ് ഐ കളർ വരുന്നതിന് കാരണം ഇതാണ്. ചെറിയ ചെറിയ ഡിഫറൻസ് ഇൻ ദിസ് ബേസ് പെയറിംഗ് ആണ്. So we told about locus. What is a locus? The location on a chromosome where a gene is located. അല്ലേ, നമ്മൾ പറയുന്നത് നമുക്ക് 23 പെയർസ് ഓഫ് ക്രോമസോം ഉണ്ട്, 46 ക്രോമസോം ഉണ്ടാവും. മേ ബി 19th ക്രോമസോമിലായിരിക്കും ഒരു ഐ കളറിനുള്ള ഒരു ജീൻ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക. മേ ബി ഇപ്പോൾ 21st ക്രോമസോമിൻ്റെ മേളിൽ ഉള്ള ലൊക്കേഷനിൽ മേ ബി ഹെയർ കളറിനായിരിക്കാം, താഴെയുള്ള ലൊക്കേഷനിൽ ഐ കളറിനായിരിക്കാം. മേ ബി നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഏരിയാസിൽ ഇപ്പോൾ നമ്മളുടെ പാം ഏത് ഷേപ്പിലായിരിക്കണം എന്നുള്ളത് മേ ബി ഈ പൊസിഷനിലായിരിക്കാം. ഹൈറ്റ് എത്രമാത്രം കിട്ടണം എന്നുള്ളത് ഈ പൊസിഷനിലായിരിക്കും. അപ്പോൾ in a chromosome there are different locations where different genes are placed. ഓരോ ജീൻ എന്ന് പറയുന്നതും ഈ ATCG പെയറിംഗ് ആണ് അല്ലേ. AGAC എന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെയുള്ള പെയറിംഗ് ആണ് ഓരോ ജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഈ ഫുൾ DNA എഴുതിയിരിക്കുന്നത് ATCG CG AT CG AT ഇങ്ങനത്തെ ഉള്ള പെയറിംഗാണ് പോകുന്നത്. അതിൽ ഒരു സെക്ഷൻ ഓഫ് ഇത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരാളുടെ പേര് കുറച്ച് ആൽഫബറ്റ്സ് ചേരുമ്പോൾ ഒരു മീനിങ് നെയിം കിട്ടുന്ന പോലെ ഈ A മുതൽ T വരെയുള്ള ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കാം മേ ബി ഐ കളർ കൊടുക്കുന്നത്. മേ ബി AGAC എന്ന് പറയുന്ന മാത്രം ഒരു ജീൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി അത് പാം ഏത് ഷേപ്പിലാണെന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇന്നലെ പറഞ്ഞു. സോ അതുപോലെ ഈ ജീനോം സീക്വൻസ് ചെയ്യുന്നതിന് ദർ ആർ ഗ്ലോബലി സർട്ടൻ എഫേർട്സ് ടു റീഡ് ദ ജീനോം. റീഡ് ദ ജീനോം മീൻസ് ഇതാണ് നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവുക, നമ്മുടെ ബ്ലഡിൽ, നമ്മുടെ കയ്യിൽ, നമ്മുടെ കാലിലൊക്കെയുള്ള സെല്ലുകളിലൊക്കെയുള്ള അറേഞ്ച്മെന്റ് ഇതാണ് DNAയുടെ അറേഞ്ച്മെന്റ്. ഓക്കെ, GG CC AC എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് റീഡ് ചെയ്യുന്നതിന് ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഓരോ സെല്ലിലും ഏതൊക്കെ ജീനാണുള്ളതെന്നും ലൈക്ക് ഏതൊക്കെ ക്രോമസോമിൻ്റെ ഏതൊക്കെ പൊസിഷനിലാണ് ആ ജീൻ എന്നുള്ള ഇൻഫർമേഷൻ വി ഹാവ്. ബട്ട് ദിസ് വാസ് അച്ചീവ്ഡ് ത്രൂ ദീസ് എഫേർട്സ് കോൾഡ് ഗ്ലോബൽ ജീനോം സീക്വൻസിങ് എഫേർട്സ്. അതിൽപ്പെട്ട എഫേർട്സ് ആണ് നമ്മൾ പറഞ്ഞു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ഓക്കെ, ദാറ്റ് വാസ് ഫോർ മാപ്പിംഗ്, കംപ്ലീറ്റ്ലി മാപ്പിംഗ് the different arrangements of this base pairing within each cell of the human body. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് റീഡ് എന്ന് പറഞ്ഞാൽ ജീനോം സീക്വൻസിങ്. ഓക്കെ, എല്ലാവരുടെയും സെല്ലിലുള്ള ഈ ബേസ് പെയറിങ്ങിൻ്റെ ഓർഡർ ഒന്ന് നോക്കി കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, നമ്മളുടെ ഹെയർ കളറിനുള്ള ജീൻ എന്താണ്, അല്ലെങ്കിൽ ഐ കളറിനുള്ള ജീൻ എന്താണ്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് റീഡ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോജക്റ്റ്. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് റൈറ്റ് എന്ന് പറയുന്ന പ്രോജക്റ്റ് ഈസ് ഓൺ ഗോയിങ്. എന്താണിരുന്നു അത്? ആർട്ടിഫിഷ്യലി ഒരു പുതിയ ജീനോം ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾക്ക് പറയുകയാണ്, ഇപ്പോൾ ഒരു പേരൻറ്റ് വരികയാണ്, ആ പേരൻറ്റ് പറയുന്നു എൻ്റെ കുട്ടിക്ക് നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറെ പോലെ ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ IQ ഉണ്ടാവണം, അല്ലെ A റഹ്മാനെ പോലെ മ്യൂസിക് ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ നമ്മൾ സച്ചിൻ തെണ്ടുൽക്കറിൻ്റെ DNA നോക്കും, അതിലെ ബേസ് പെയറിംഗ് എങ്ങനെയാണെന്ന് നോക്കും, ആ മോഡിഫിക്കേഷൻ നമ്മളുടെ കുട്ടിയുടെ DNAയിൽ നമ്മൾ വരുത്തും. ഓക്കെ, എന്നിട്ട് A റഹ്മാൻ്റെ ബേസ് പെയറിംഗ് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കും, A റഹ്മാൻ്റെ പോലത്തുള്ള മോഡിഫിക്കേഷൻ നമ്മളുടെ കുട്ടിയുടെ ജീനോമിൽ വരുത്തും. അങ്ങനെ ആ ഫസ്റ്റ് സെല്ലിലാണ് ഈ മോഡിഫിക്കേഷൻസ് വരുത്തുക അല്ലേ. സ്പേമും എഗ്ഗും ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവുന്ന ഫസ്റ്റ് എംബ്രിയോ, ആ ഫസ്റ്റ് സെല്ലിലാണ് നമ്മൾ ഈ മോഡിഫിക്കേഷൻസ് വരുത്തുക. സോ ആഫ്റ്റർ ദാറ്റ് ആ ഫസ്റ്റ് സെല്ല് ഇതിൽ എന്ത് നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തിയോ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ഈ ബേബി ആകുമ്പോൾ ആ ബേബിയുടെ എല്ലാ സെല്ലിലും ആ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. സോ അവർ ബേബി വിൽ ബി ഹാവിങ് ഹൈ IQ, ദർ വോണ്ട് ബി എനി ഇൻഹെറിറ്റഡ് ഡിസീസസ്. അതിനുള്ള മോഡിഫിക്കേഷൻസ് നമ്മൾ വരുത്തിയിട്ടുണ്ടായിരിക്കും, ഐസൈറ്റ് ഷാർപ്പായിരിക്കും. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇത്തരം ഡിസൈനർ ബേബീസിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറ്റും എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അതിനുള്ള പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് റൈറ്റ്. സോ വി ആർ റൈറ്റിംഗ് ആൻ ആർട്ടിഫിഷ്യൽ ജീനോം ടു സ്യൂട്ട് അവർ റിക്വയർമെന്റ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു. സോ അതിൻ്റെ കൺസേൺസ് നമ്മൾ പറഞ്ഞു. ലൈക്ക് എന്താ പറയുക, നമ്മളുടെ ഇപ്പോൾ പോലീസിൻ്റെ കയ്യിൽ ഈ ജനറ്റിക് ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെടാം അല്ലേ. ഇപ്പോൾ ഒരു ക്രിമിനൽ മരിച്ചുപോയ നമ്മൾ ഇന്നലെ പറഞ്ഞു, എന്താണ് ഒസാമ ബിൻ ലാദനെ പോലെ ഒരു ക്രിമിനലിൻ്റെ ജീനോം ഇൻഫർമേഷൻ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് പോലീസിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഒരു ലൈക്ക് ഈ ബയോടെക്നോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റിന് ഒരു കുട്ടിയുടെ ജീനോമിൽ മോഡിഫിക്കേഷൻ വരുത്തി പുതിയ ഉസാമ ബിൻ ലാദനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ.
അല്ലെങ്കിൽ ഒരു ഹിറ്റ്ലറിൻ്റെ ഒരു സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഹിറ്റ്ലറിൻ്റെ ഈ ജീനോം റീഡ് ചെയ്തിട്ട് പുതിയൊരു ബേബിയെ ഹിറ്റ്ലറിനെ പോലെയുള്ള രീതിയിൽ ആക്കിയെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ പറയുന്ന പോലെ പണ്ട് കാലത്ത് എൻഡേഞ്ചേർഡ് ആയിട്ട് എക്സ്റ്റിൻറ്റ് ആയി പോയിട്ടുള്ള ഡിനോസറെ പോലുള്ള ജീവികളെ മേ ബി നമ്മളുടെ ഒരു ടൈഗറിൻ്റെയോ ഒരു ലയൻ്റെയോ ഇതിലൊക്കെ ഒരു കുട്ടിയെ അവരുടെ ഓഫ് സ്പ്രിങ്ങിൻ്റെ ഫസ്റ്റ് സെല്ലിൽ മോഡിഫിക്കേഷൻസ് വരുത്തി ഒരു ഡിനോസറിൻ്റെ ജീനോം എങ്ങനെയാണെന്നുള്ളത് വായിച്ചിട്ട് അതേപോലെ ഒരു ടൈഗറിൻ്റെ സെല്ലിനെ മോഡിഫൈ ചെയ്തിട്ട് മേ ബി ഒരു ഡിനോസറിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതൊക്കെ കൺസേൺസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു വെൻ വി ആർ മോഡിഫൈയിങ് ദ ജീനോം ഓഫ് എ ബേബി, ആ ബേബിയുടെ പെർമിഷൻ കൂടാതെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. he or she is going to be a new individual. അപ്പോൾ ഫ്യൂച്ചറിൽ മേ ബി അവരുടെ ഒരു ഇൻഡിവിജ്വൽ ആകുന്ന ആളുടെ ബോഡിയിലെ ബേസിക് ഇൻഫർമേഷൻസിനെ അവരുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ചെയ്യണം. സോ അത്തരത്തിലുള്ള എത്തിക്കൽ കൺസേൺസ് ഒക്കെ ഉണ്ട്. സോ വി ടോൾഡ് അബൌട്ട് ഓൾ ദീസ് തിങ്. ഇപ്പോൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഹ്യൂമൻ്റെ ജീനോമിലെ ഈ ന്യൂക്ലിയോടൈഡ് ബേസിൻ്റെ ഓർഡർ ATCG പേരിൻ്റെ ഓർഡർ വായിക്കാനുള്ള പ്രോജക്റ്റ് ആയിരുന്നു. അത് US-ലാണ് ചെയ്തത്. അതിൻ്റെ ഇന്ത്യൻ വേർഷനാണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. ഓക്കെ, ഇന്ത്യയിലെ പല ഭാഗത്തുള്ള ആളുകളുടെ മേ ബി നമ്മളൊരു 10,000 ആളുകളുടെ ജീനോമിനെ നമ്മൾ സീക്വൻസ് ചെയ്തിട്ട് വി ആർ ട്രൈയിങ് ടു ഐഡൻറ്റിഫൈ ലൈക്ക് ഹൗ ഡസ് ദ സ്റ്റാൻഡേർഡ് ജീനോം ഓഫ് ആൻ ഇന്ത്യൻ ഓഫ് ആൻ ആവറേജ് ഇന്ത്യൻ ലുക്സ് ലൈക്ക്. അപ്പോൾ അത് നമ്മൾ റീഡ് ചെയ്യുന്ന പ്രോജക്റ്റാണ് ജീനോം ഇന്ത്യ പ്രോജക്റ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു, അപ്പോൾ ഒരാളുടെ ജീനോം നമ്മൾ സീക്വൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതിൽ ഒരു പർട്ടിക്കുലർ ഇപ്പോൾ മേ ബി 13th ക്രോമസോമിലെ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലം കാരണം അയാൾക്ക് മേ ബി ഓട്ടിസം, ഇപ്പോൾ അയാൾക്ക് ഓട്ടിസം വരാം. ഇപ്പോൾ നമ്മൾ പറയുകയാണ് ഒരു ഫസ്റ്റ് സെൽ, എ പേരൻറ്റ് ഈസ് ഗോയിങ് ടു എ ലാബ് ഓർ എ ഡോക്ടർ ആൻഡ് ദേ ആർ പ്ലാനിങ് ടു ഹാവ് എ ബേബി. സോ വെൻ ദ sperm and egg fused and first cell got created, that particular zygote or embryo will be taken to a lab, and in that we found that there is some like problem or error in the base pairing. അതായത് നോർമൽ ഒരാളുടെ ബോഡിയിൽ മേ ബി ATCG അങ്ങനെയായിരുന്നു കാണേണ്ടത്. പക്ഷേ ഇയാളുടെ മേ ബി ഒരു 13th ക്രോമസോം ഓർ 14th ക്രോമസോമിലെ ഒരു സെക്ഷൻ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ അവിടെ കംപ്ലീറ്റ്ലി AG എന്നാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് അറിയാം ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഓട്ടിസം ഉണ്ടാവും ഫ്യൂച്ചറിൽ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ 80 എന്നുള്ളത് മാറ്റിയിട്ട് ഒരു സാധാരണ ഇൻഡിവിജ്വലിന് എങ്ങനെയാണോ അങ്ങനെ അത് മോഡിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതിനാണ് നമ്മൾ ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ജീൻ തെറാപ്പി. ഹിയർ വി ആർ റിമൂവിങ് വൺ പാർട്ട് ഓഫ് the base pair and we are adding a suitable. ഇപ്പോൾ ഇവിടെ A വന്നതായിരുന്നു പ്രോബ്ലം, അഡിനിൻ വന്നതാണ് പ്രോബ്ലം എങ്കിൽ we are removing adenine and placing guanine. മനസ്സിലായോ? This is not as gene therapy. When the genome sequencing is used for therapy or therapeutic purposes, that becomes gene therapy. So we told that we cannot physically cut the DNA. Like normally ഒരു സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും വലിപ്പമില്ല DNA-ക്ക് അല്ലേ. സെൽസിൻ്റെ ഉള്ളിൽ മൈക്രോസ്കോപ്പിക്കലി സ്മോൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വി ആർ നോട്ട് യൂസിങ് എ ഫിസിക്കൽ സിസേഴ്സ് ബട്ട് വി ആർ യൂസിങ് എ മോളിക്കുലർ ടൂൾ കോൾഡ് എൻസൈം. ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് Cas9 enzyme. സോ Cas9 എൻസൈം ഉപയോഗിച്ച് നമ്മൾ DNA കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ റെഡിലുള്ളതായിരുന്നു അൺഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലമാറ്റിക് DNA. We are cutting it. This is the enzyme. This is the enzyme called DNA cutting enzyme called Cas9 enzyme. അത് ഉപയോഗിച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹെൽത്തി സ്ട്രാൻഡിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. ആ ടെക്നോളജിയാണ് CRISPR ടെക്നോളജി. Since CRISPR technology is using Cas9 enzyme for gene editing, this is known as CRISPR-Cas9 technology. As I told, ഈ ലെവലിൽ അറിഞ്ഞാൽ മതി, ഇതിൻ്റെ താഴത്തേക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, വി ജസ്റ്റ് നീഡ് ടു നോ വാട്ട് ഈസ് വാട്ട്. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഈ DNA നമ്മൾ പറഞ്ഞു ഡബിൾ സ്ട്രാൻഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് നമ്മൾ ഇതിനെ സിംഗിൾ സ്ട്രാൻഡ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് Cas9 എൻസൈം കൊണ്ടിട്ടാണ് ഈ ഡബിൾ സ്ട്രാൻഡ് പെയർ ആയി നിന്നതിനെ നമ്മൾ സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇവിടെ ബ്ലൂ ഇതായിരുന്നു ബാൻഡായിരുന്നു, അതിനെ മാറ്റി നമ്മൾ റെഡ് ബാൻഡ് ആക്കി. ജസ്റ്റ് കളർ കൊടുത്തിട്ടില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പുതിയൊരു ബാൻഡ് അറ്റാച്ച് ചെയ്തെന്നുള്ളത്. ഇതൊരു ജീനായിരുന്നു, ഈ ജീനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്, ഈ ഹെൽത്തി ആയിട്ടുള്ള ജീനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാണ്. സോ ജീൻ തെറാപ്പി യൂസസ് CRISPR-Cas9 ടെക്നോളജി. You are removing one nucleotide base and you are adding the healthy nucleotide base. ഇതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. So next we talked about DNA fingerprinting. DNA fingerprinting is nothing other than just an application of genome sequencing. Okay, in DNA fingerprinting we are just comparing individuals. Okay, you got one blood sample from a crime scene. The police is having the database of genetic information of the criminals. Now DNA fingerprinting comes into play, that you are comparing the genome that are present in the database to the genome that we got from the blood sample. Okay, ഇതിനെ പറയുന്ന പേരാണ് DNA fingerprinting. You are just comparing, you are just reading the genome of two different individuals or same individual, and you are trying to cross match whether this is the same individual. അതിന് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് DNA fingerprinting എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് DNA fingerprinting, അത് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞു
ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് എങ്ങനെയാണ് ആളുകൾ ഡിഫറെൻ്റ് ആയിട്ട് മാറുന്നത്. മേ ബി 1 or 2 ഡിഫറൻസ് ഇൻ ദ ബേസ് പെയർ, മേ ബി ഇൻ 1000 ബേസ് പെയർ എടുത്താൽ മേ ബി ഒരു ബേസ് പെയറിൽ വ്യത്യാസം വന്നാലും, സിൻസ് വി ഹാവ് 3 ബില്യൺ സച്ച് ബേസ് പെയർസ്, അങ്ങനെ ഓരോ 1000ലും ഒരു ബേസ് പെയർ വീതം മാറിയാൽ പോലും 3 ബില്യൺ ബേസ് പെയറിൽ ഈ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും വി ബിക്കം ഡിഫറൻറ്റ്. ലൈക്ക് നമുക്ക് ചിലർക്ക് നമ്മൾ പറഞ്ഞു ചിലർ ഭയങ്കര ഹൈറ്റ് ആവാം, ചിലർ ലൈറ്റ് സ്കിൻ ആവാം, ചിലർ ഡാർക്ക് സ്കിൻ ആവാം, ചിലർക്ക് കൂടുതൽ ഐക്യു ഉണ്ടാവും, ചിലർക്ക് ഷാർപ്പ് വിഷൻ ഉണ്ടാവും, ചിലർക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും, ചിലർക്ക് നന്നായിട്ട് സ്മെല്ല് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ സെൻസറി ഡിഫറൻസസ് മുതൽ ബിഹേവിയറൽ പാറ്റേൺസ് മുതൽ ഫിസിക്കൽ ഡിഫറൻസസ് മുതൽ എവറിത്തിങ് ഈസ് ബേസ്ഡ് ഓൺ DNA. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഡിഫറൻ്റ് ആയി മാറുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം നമ്മൾ ഇന്നലെ കണ്ടു. പറ്റേണിറ്റി ടെസ്റ്റിംഗ് നമ്മൾ പറഞ്ഞു, ഒരു മദർ, ഒരു ഫാദർ, ഒരു മദർ, ഒരു ചൈൽഡ്, there are 3 people who are suspected to be the father. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറ്റേണിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഒന്നുമില്ല, പറ്റേണിറ്റി ടെസ്റ്റിംഗ് എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചൈൽഡിന്റെ DNA എടുക്കുന്നു, വി ആർ ജസ്റ്റ് മാച്ചിങ് വിത്ത് ദ സസ്പെക്റ്റഡ് ഇൻഡിവിജ്വൽസ്. അതിൽ ഏറ്റവും കൂടുതൽ മാച്ച് കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ ഈ ബേസ് പെയറിന്റെ ഓർഡർ സിമിലർ ആയിട്ടുള്ള ആരാണോ ഈസ് ദ ഫാദർ, അല്ലേ? സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു DNA മൾട്ടിപ്ലിക്കേഷൻ ടെക്നോളജി. എന്തിനാണ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞത്? അതായത് നമ്മളിപ്പോൾ COVID-19 വി ആർ ഗോയിങ് ഫോർ എ കോവിഡ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചീക്കിൽ നിന്നോ എന്താണ് നേസൽ ഏരിയയിൽ നിന്നോ വി ആർ ഗിവിങ് സം സെൽസ്, അവരൊരു ബഡ്സിൽ ഇങ്ങനെ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ പോവാണ്, അല്ലേ? പക്ഷേ ഇവർ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ പിന്നെയും വിളിച്ചു വരുത്താനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, ഒരു DNA ഒരു സെല്ലേ നമുക്ക് കിട്ടിയുള്ളെങ്കിലും ആ സെല്ലിനെ ഒരു മെഷീൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതൊരു ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ പോലെ. വി ടോൾഡ് ദാറ്റ് യു ആർ ഹാവിംഗ് ജസ്റ്റ് 1 copy, യു ആർ ഗോയിങ് ടു എ photocopy shop and you are asking them to take 10,000 copies of this paper. ഇത് ചെയ്യുന്ന മെഷീനാണ് PCR മെഷീൻ. ഓക്കെ, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതിൽ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ എടുക്കുന്ന ഒരു മേ ബി 1 cell or 2 cell അല്ലെങ്കിൽ ഒരു ഫ്യൂ സെൽ ഒരു ബഡ്സിൽ കിട്ടുന്നതിന് അതിന് നമ്മൾ ഈ ഫോട്ടോകോപ്പി മെഷീൻ അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു PCR എന്ന് പറയുന്ന മെഷീൻ, just imagine it's a photocopier. It will take the copy of the cells. ആ സെൽസിന്റെ കോപ്പി എടുത്തിട്ട് ആ സെൽസിൽ നിന്ന് ഫസ്റ്റ് DNA എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ DNAയുടെ കോപ്പീസ് ഉണ്ടാവും. നമ്മൾ ഇന്നലെ പറഞ്ഞു നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ജസ്റ്റ് ഡ്രോ 2 lines, ഡ്രോ സം ബ്രിഡ്ജസ് ആൻഡ് ഈ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്പ് ഒന്നും കാണിക്കണമെന്നില്ല. ഇതിൽ നിന്ന് ഒരു ആരോ ഇട്ടിട്ട് ഈ ഒരെണ്ണം 4 എണ്ണം ആയത് കാണിക്കുക. ഓക്കെ, ഇതിനെ ഉപയോഗിച്ചിട്ട് ഇതിനെ 2 സിംഗിൾ സ്ട്രാൻഡ് ആക്കി മാറ്റി, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ പുതിയ ഈ അഡിനിനും ഗുവാഡിനും ഈ പറയുന്ന സാധനങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് പുതിയ DNA ബേസ് പെയർ ഉണ്ടാക്കുകയാണ്. സോ ഇനിഷ്യലി COVID-19 ടെസ്റ്റ് ചെയ്യാൻ വന്ന ആള് അയാളുടെ ഒരു സെല്ലിലെ അതായത് ഒരു DNA കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫൈനലി യൂസിങ് PCR മെഷീൻ യു ക്രിയേറ്റഡ് 4 copies. 4 copies ജസ്റ്റ് ഒരു നമ്പറാണ്. ആക്ച്വലി വി ക്യാൻ ക്രിയേറ്റ് thousands and lakhs of copies. Okay, in a matter of time. So this is the application of PCR. This is why we are doing DNA multiplication. ഈ COVID-19 ടെസ്റ്റിംഗ് മാത്രമല്ല, നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഒരു ക്രൈം സീനിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ മേ ബി ഒരു ഫിംഗർ പ്രിന്റ് ആയിരിക്കും മേ ബി അവരത് അവിടുന്ന് കളക്ട് ചെയ്യുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഒരു ഹെയർ ആയിരിക്കും, ഒറ്റ ഹെയറേ കിട്ടിയിട്ടുള്ളൂ. ഈ ഹെയർ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും, മനസ്സിലായോ? വേറെ ഒരു എവിഡൻസും ഇല്ല. അപ്പോൾ ഈ ഹെയറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന DNA മൾട്ടിപ്ലൈ ചെയ്ത് പ്രിസർവ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് നഷ്ടപ്പെടുകയോ ഓർ ദ ന്യൂ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇഫ് ദേ നീഡ് ടു ലൈക്ക് ക്രോസ് ചെക്ക് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ, അല്ലെങ്കിൽ മേ ബി ഇവിടെയുള്ള ഇപ്പോൾ നമ്മൾ മറ്റേ പഴയ നാടോടിക്കാറ്റ് സിനിമയിൽ ഇത് എന്താണ് അക്കരയിൽ കണ്ടില്ലേ, പോൾ ബാർബർ എന്ന് പറഞ്ഞിട്ട് കിരീടം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആൾ, എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓക്കെ, കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ക്രിമിനൽ ഇവിടെയല്ല, ക്രിമിനൽ അമേരിക്കയിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഇവിടെയുള്ള ഡാറ്റാബേസിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതിനോടൊപ്പം തന്നെ US നമ്മൾ സെൻഡ് ചെയ്യാണ് സാമ്പിൾ. ആകെ ഒരൊറ്റ DNA കിട്ടിയിട്ടുള്ളൂ, ഒരു സെല്ലേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ അതെന്ത് ചെയ്യും, അത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഒരുപാട് കൺട്രീസിലേക്ക് ഇത് അയച്ചു കൊടുക്കാം. അവരുടെ എല്ലാം ക്രിമിനൽ ഡാറ്റാബേസിൽ ദേ ക്യാൻ ക്രോസ് ചെക്ക് വെദർ ദിസ് ക്രിമിനൽ ഇസ് ദെയർ ഇൻ ദെയർ ഡാറ്റാബേസ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ DNA മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് PCR. പിന്നെ we told about the application of DNA fingerprinting. DNA fingerprinting is what? To compare the genome of individuals. So that can be done in paternity testing, identifying dead bodies, to identify the genetically inherited diseases like sickle cell anemia, hemophilia, etc. ജീനോമിൻ്റെ ബേസ് പെയറിംഗിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനോ സ്റ്റാൻഡേർഡ് ആളുകളിൽ കാണുന്ന പോലെ അല്ല കാണുന്നതെങ്കിൽ അത് അവിടെ എന്തോ ജനറ്റിക് ഇൻഹെറിറ്റഡ് ഡിസീസസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ COVID-19 ബാക്ടീരിയ വൈറസിൻ്റെ ഒക്കെ ജീനോമിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞു ഇൻ 2003 ദർ വാസ് സാൾസ് പാൻഡമിക്, അല്ലേ? പിന്നെ മേഴ്സ് പാൻഡമിക് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് COVID-19 വന്നു. അപ്പോൾ COVID-19 വന്ന സമയത്ത് ലൈക്ക് പീപ്പിൾ scientists became clueless which is this virus. So what they will do, they will just first compare previously ഈ വൈറസ് ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്തോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. പ്രീവിയസ്ലി സാൾസ് വൈറസിൻ്റെ ജീനോം അവർ ഓൾറെഡി സീക്വൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കറിയാം ഇതിൻ്റെ സാൾസ് വൈറസിൻ്റെ ഇത് ബേസ് പെയറിംഗ് ഇങ്ങനെയാണ്, ATCG ഇങ്ങനെയാണ് എന്നറിയാം. നൗ പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള വൈറസിനെ അവർ ആ പഴയതുമായിട്ട് കമ്പയർ ചെയ്യും. ഇതിൻ്റെ പുതിയ വൈറസിൻ്റെയും ഈ ജീനോമിനെ നമ്മൾ ക്രോസ് മാച്ച് ചെയ്തിട്ട്
ഈ 2003 വന്നിട്ടുള്ള അതേ വൈറസിന്റെ ജീനോം ആണോ, ആ ഓർഡർ സെയിം ആണോ എന്ന് നോക്കും. ഇഫ് ദാറ്റ് ഈസ് സെയിം, സാഴ്സിന് ഉപയോഗിച്ച് അതേ വാക്സിൻ ഉപയോഗിച്ചൂടെ, പുതിയ വാക്സിൻ കണ്ടുപിടിക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ DNA ഫിംഗർ പ്രിന്റിങ്ങിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, these are the kind of statements that comes from biotechnology. Like it will be application questions. If you know the concept, it will be easy for you whether this is doable or not. അങ്ങനെയാണ് അവർ ചോദിക്കുക. അപ്പോൾ കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞു റീകോമ്പിനന്റ് DNA ടെക്നോളജി എന്താണെന്നുള്ളത്. എന്താണ് റീകോമ്പിനന്റ് DNA ടെക്നോളജി? യു ആർ ജസ്റ്റ് കമ്പൈനിങ് 2 DNAs അല്ലേ. നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ ബാക്ടീരിയയിൽ നിന്നും ഒരു DNA അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് DNA, ഒരു ജീൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ പ്ലാന്റിന്റെ ജീനോമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. ഇങ്ങനെയല്ലേ BT ക്രോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ പറഞ്ഞു BT കോട്ടൺ ഉണ്ടാക്കുന്നതിനായിട്ട് ബാസില്ലസ് ട്യൂരിഞ്ചിയൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന ബാക്ടീരിയയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സെക്ഷൻ ഓഫ് ജീൻ നമ്മൾ എടുത്തിട്ട് പ്ലാന്റിന്റെ ജീനോമിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു ബാക്ടീരിയ ഹാസ് 2 types ഓഫ് DNA. വൺ, ഒരു സ്റ്റാൻഡേർഡ് DNA, നമ്മളുടെ ഉള്ളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു DNA, പ്ലസ് എ സ്മോൾ സർക്കുലർ DNA. This small circular DNA is known as plasmid DNA. ഈ plasmid DNA like is receptive of any foreign DNA. We can insert any foreign DNA to this like plasmid DNA. അപ്പോൾ ഈ plasmid DNA നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ എന്താണ് വേറെ ഈ പറയുന്ന ബാസിലസ് ട്യൂരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നെടുത്തുള്ള ജീൻ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. സോ ഒരു പുതിയ ജീനിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. എന്നിട്ട് ഈ ബാക്ടീരിയനെ ഉപയോഗിച്ച് നമ്മൾ ഈ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്നു. സോ ദ ബാക്ടീരിയ വിൽ ഇൻഫെക്ട് ഓർ ഇൻവേഡ് ദ പ്ലാന്റ് ആൻഡ് ദാറ്റ് വിൽ ഇൻറ്റഗ്രേറ്റ്, ഈ പർട്ടിക്കുലർ ജീനിനെ ഈ പ്ലാന്റിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു വെൻ കോട്ടൺ ഈസ് കൾട്ടിവേറ്റഡ് എ പെസ്റ്റ് ഓർ ഇൻസെക്ട് കോൾഡ് പിങ്ക് ബോൾവേം. ഈ പിങ്ക് ബോൾവേം എന്ന് പറയുന്നത് ഈ കോട്ടൺ പ്ലാന്റിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഇൻസെക്റ്റ് ആണ്. പക്ഷേ ഈ പ്ലാന്റിനെ നമ്മൾ റിസർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കി ഈ പിങ്ക് ബോൾവേമിനെ കൊല്ലാൻ പറ്റിയ ഒരു ബാക്ടീരിയ ഉണ്ട്, അതാണ് ബാസിലസ് ട്യൂരിഞ്ചിയൻസിസ്. ഈ ബാസിലസ് ട്യൂരിഞ്ചിയൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഒരു ക്രോമസോമിലെ ഒരു ജീൻ, ആ ജീൻ പ്രൊഡ്യൂസസ് സം ടോക്സിൻസ്. ഓക്കെ, ഈ ടോക്സിൻ ഈ ബാക്ടീരിയ ഈ പർട്ടിക്കുലർ പിങ്ക് ബോൾവേമിനെ ഇൻഫെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ടോക്സിൻ കാരണമായിട്ട് അതിൻ്റെ ലൈക്ക് അബ്ഡോമൻ, അതിൻ്റെ ഗട്ട് റപ്ചേർഡ് ആയിട്ട് പോയിട്ട് അത് ചത്തുപോകും ഈ ഇൻസെക്റ്റ്. അപ്പോൾ ഈ ജീൻ നമ്മൾ പ്ലാന്റിൽ കയറ്റിട്ടുണ്ടെങ്കിൽ പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇതേ ടോക്സിൻ ആക്ട് ചെയ്യുമല്ലോ. അതായത് ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ബാക്ടീരിയയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ബാക്ടീരിയ വാസ് ഏബിൾ ടു കിൽ ദാറ്റ് ഇൻസെക്ട്. സോ ദാറ്റ് പർട്ടിക്കുലർ ജീൻ വി ഹാവ് റിമൂവ്ഡ് ആൻഡ് വി ഹാവ് ഇൻസേർട്ടഡ് ദാറ്റ് ടു ദ പ്ലാന്റ് ജീനോം. So whenever this particular pink bollworm is coming to attack this plant, the pink bollworm will die. ഇതാണ് BT അല്ലേ, ബാസില്ലസ് ട്യൂരിഞ്ചിയൻസിസ്, അതാണ് BT. അങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത കോട്ടൺ ആണ് BT കോട്ടൺ. So we talked about this.